സ്തോത്രം. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മ നമുക്ക് കർത്താവ് നൽകി. സ്തോത്രം. കൂട്ടായ്മതിനെ കുറിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അല്പമായിട്ട് പറയുകയുണ്ടായിരുന്നു. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായിട്ട്, സകല അധികാരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവന് വേണ്ടി എന്തിനേയും എന്തും ചെയ്യുവാൻ അധികാരമുള്ളവനായിട്ട്. സ്തോത്രം. നമ്മുടെ മധ്യത്തിലുണ്ടാകുന്ന അവൻ്റെ പ്രോമിസാണ്. അവനത് മാറുകയില്ല. നമ്മളത് വിശ്വാസത്തിൽ അനുഭവിക്കുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ജീവനുള്ള ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവനുള്ള ദൈവം നമ്മളോട് സംസാരിക്കും. വീക്കായിരിക്കുന്ന ബലഹീനരായിരിക്കുന്നവരെ ഉദ്ധരിക്കും. വഴി തെറ്റിപ്പോരുന്നുണ്ട് അവരെ കറക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ, നമ്മുടെ രക്ഷിതാവിൻ്റെ, നമ്മുടെ നായകൻ്റെ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ സ്നേഹമെന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. സ്തോത്രം. അങ്ങനെ നമ്മൾ ക്രിസ്തുവും അവൻ്റെ ശരീരം വന്ന സഭ സഭ എന്ന് പറഞ്ഞാൽ നാം വ്യക്തികളാണ്. ഞാൻ പല പ്രാവശ്യം പറയുന്നു. സ്തോത്രം. ആ റിലേഷൻ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു നല്ല ഫൗണ്ടേഷൻ ഏകദേശം ഈ 61 ക്ലാസ്സുകളിൽ കൂടെ മിക്കവാറും എല്ലാവർക്കും കിട്ടിക്കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചർച്ച് എന്ന ഉദ്ദേശത്തിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദൈവവചനം എന്താണ് പഠിപ്പിക്കുന്നത്, അതിന് പല രീതിയിലൊക്കെ നമ്മൾ പല പല കോണുകളിൽ നിന്നൊക്കെ വളരെ ഹ്രസ്വമായ രീതിയിൽ മാത്രമേ ചിന്തിച്ചുള്ളൂ. അത്ര ഡീപ്പായിട്ട് പോയില്ല. സമാഗമന കൂടാരം സംബന്ധിച്ച് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കിടന്ന് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് കൊളോഷ്യൻ ലേഖനത്തിന് ചാപ്റ്റർ 1 വേഴ്സ് 24 to 28 വരെയും, അതേസമയം 2 പീറ്ററിൽ സ്തോത്രം പെർസീവറൻസ് എന്ന സബ്ജക്റ്റിൽ, അല്ലെങ്കിൽ രക്ഷ എങ്ങനെ നടപ്പിലാകുന്നു എന്നൊരു തെറ്റിദ്ധാരണ പലരുടെയും ജീവിതത്തിലുള്ളത് കൊണ്ട് കേൾക്കുന്ന ഓഡിയൻസിന്, ലൈവായിട്ട് കേൾക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. മറ്റ് യൂട്യൂബിൽ കൂടെയൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കേൾക്കുന്നവർക്ക് ഒരു പരിജ്ഞാനത്തിന് വേണ്ടിയിട്ട് സ്തോത്ര രക്ഷ നടക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായിരുന്നു. ഇവിടെ കാണിക്കുന്ന വിധത്തിൽ 7 ഘടകങ്ങൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ഫുൾനെസ്സിൽ, അതായത് പ്രായശ്ചിത്തം ഒന്ന് പൂർണ്ണമായിട്ട് നടന്നു, അത് ദൈവനീതിക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റബിൾ ആണ് എന്ന് അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 5 പറയുന്നത് അങ്ങനെയാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നതാണ്, അവൻ്റെ നാമത്തിലല്ലോ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. ഇവിടെയാണ് ഈ വിശ്വാസികളുടെ ഇടയിലുള്ള ടഗ് ഓഫ് വാർ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ഡീപ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കേണ്ടായിരുന്നു. മനുഷ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ആദ്യ ഉടമ്പടി, ഏദൻ തോട്ടത്തിലെ ഉടമ്പടിയുടെ ഫൗണ്ടേഷൻ കിടക്കുന്നത് ഒബീഡിയൻസ് ആണ്. അതിലേക്ക് നമുക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. എന്നാൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപത്തിന് അടിമയായി തീർന്ന മനുഷ്യന് അതിലേക്ക് പൂർണ്ണമായും വരുവാൻ യാതൊരു സാധ്യതയുമില്ല. അത് സാധ്യമല്ല. കാരണം നമ്മൾ വാഴുന്ന പാപം കർത്തൃത്വം നടത്തുകയാണ്. എന്നാൽ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിൻ്റെ നീതിയാകേണ്ടത് പാപമാക്കി. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് അവതരിച്ച്, മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട് അവതരിച്ച് അവൻ്റെ ശരീരത്തിൽ മേലും പ്രാണനും ആത്മാവിലും മാനവജാതിയുടെ ശിക്ഷയെ വഹിച്ചുകൊണ്ട് ദൈവക്രോധാഗ്നി പൂർണ്ണമായിട്ടും അനുഭവിച്ച്, അതാണ് യാഗപീഠം കാണിക്കുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം അത് പകല് രാവിലും പൂർണ്ണമായിട്ട് കത്തിക്കൊണ്ടു ഇരിക്കണം. അതിൽ തീ കെടാൻ സമ്മതിക്കാൻ പാടില്ല. സ്തോത്രം. അവർ ഓരോ പ്രകാരങ്ങൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് യാഗപീഠം എടുത്തിട്ട് പോകുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ യാഗപീഠത്ത് തീ കൊളുത്തി കഴിഞ്ഞാൽ സ്തോത്രം പിന്നെ യാഗപീഠം നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. സ്തോത്രം. ആലോചന അതിൻ്റെ വിശദീകരണമൊക്കെ ലേവ്യ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പാപമെന്ന ആ ഒറിജിനൽ ആദാമിൻ്റെ സിന്നിൻ്റെ കോൺസിക്വൻസ് സകല മാനവജാതിയുടെ മുമ്പിൽ അതിനെ വെളിപ്പെടുത്തിട്ട് അതിൻ്റെ മേലുള്ള ശിക്ഷ തൻ്റെ പുത്രൻ്റെ മേൽ അല്പം പോലും ദാക്ഷിണ്യം കാണിക്കാതെ പൂർണ്ണമായിട്ടും ഡിവൈൻ ജസ്റ്റിസിന്, അതായത് പാപം ചെയ്ത് ദേഹി മരിക്കണം എന്ന് ഡിവൈൻ ജസ്റ്റിസ് ശരീരത്തിൽ മാത്രമല്ല പ്രാണനിൽ ആത്മാവിലും. അതാണ് മിക്കവാറും അംഗീകരിക്കാത്ത പെന്തിക്കോസ്ത് കോളത്തിൽ പോലും പേരെടുക്കുന്ന പറയുന്ന പല പാസ്റ്റർമാരും പോലും അംഗീകരിക്കുന്നില്ല. അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യകതയില്ല എന്നൊന്നും പറഞ്ഞ കാര്യം നടക്കില്ല. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരില്ല. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുന്നൊരു വിശ്വാസം നമ്മൾ വ്യാപരിച്ചാൽ മാത്രമേ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടുന്നുള്ളൂ.
അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു മതസ്ഥാപകന്മാർക്കും അത് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. ഒരു പുണ്യവാൾമാർക്കോ പുണ്യവാഴ്ത്തികൾക്കോ ഒരു തിരുമേനിക്കോ പോപ്പിനോ ഒന്നിനും അവർക്ക് അവരുടെ സഭകൾക്ക് വേണ്ടിയിട്ട് അവരെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുക കൊണ്ട് നടക്കട്ടെ. വിശുദ്ധൻ ഒരുവനേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ എന്നിട്ട് ദൈവം പറയുന്നതാണ്, അവനെ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടാം. വിത്തൗട്ട് എനി വർക്സ്, എനി കോസ്റ്റ്, ജസ്റ്റ് ടു ബിലീവ്. ഇത് എത്രയോ ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ഇതിന് ഒരു വിലയും കൊടുക്കണ്ട. ഇതിനൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് അനേക വിധത്തിൽ ടാബർനാക്കളുടെ വിഷയത്തിലൊക്കെ നമ്മൾ പഠിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ വിവരിക്കാൻ പോകുന്നില്ല. പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി അല്പം പറഞ്ഞെന്നുള്ളൂ. തുടർന്നാണ് റിപ്പറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ചേഞ്ച് ചെയ്യുക. ഏതും തോട്ടത്തിൽ സംഭവിച്ചത് സ്തോത്രം ഒരു വികാരത്തിൻ്റെ പ്രകടനമല്ലായിരുന്നു. ഓഫ് കോഴ്സ് സൈത്താൻ പാമ്പിൽ കൂടെ സൈത്താൻ ശബ്ദം കേൾക്കപ്പോൾ തോട്ടത്തിൽ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ നല്ലതും ജ്ഞാനം പ്രായപ്പം കാമ്യമെന്ന് കണ്ടു. അതൊരു ഇമോഷനാണ്. ആ ഇമോഷനിൽ ഉണ്ടായ ആ റിയാക്ഷൻ മനസ്സാക്ഷിയിലേക്ക് കടന്നു ചെന്ന് മനസ്സാക്ഷി അതിനെ തെറ്റാണെന്ന് വിവേചിച്ചിട്ടും മനുഷ്യൻ തിരഞ്ഞെടുത്തത് ആ പാപത്തിൻ്റെ ഇച്ഛയായിരുന്നു. സൈത്താന്റെ പ്രോമിസ് ആയിരുന്നു. മരിക്കയിലെ നിശ്ചയം, തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മത്തിന്മയെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെയാകും. അതായത് ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്കും ഈ വൃക്ഷഫലം തിന്നാൽ സെൽഫ് എക്സിസ്റ്റഡ് ആകാം. ഇതാണ് മനുഷ്യനിൽ കടന്നത്. ഇതിനെ മാറ്റുവാൻ മറ്റൊരു പ്രക്രിയകൾക്കും സാധ്യമല്ല. കാരണം ഡിവൈൻ ജസ്റ്റിസ് ശിക്ഷ വിധിച്ചു, പാപം ചിന്തയും മരിക്കണം, തിന്നുന്ന നാളുകൾ മരിക്കും. ഇത് മാറ്റാൻ പറ്റുകയില്ല. ഡിവൈൻ ഗവൺമെന്റിന്റെ ലോയുടെ എന്താ പറഞ്ഞ അതിൻ്റെ ധാർമ്മികത, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത, അതിന് മാറ്റുന്നവനല്ല ദൈവം. ഞാൻ പല എപ്പിസോഡുകൾ പറയാറുണ്ട്. സംഗീതം 89:34 വാക്യം, ഇന്റഗ്രിറ്റി, ഇംഗ്ലീഷ് പറയാണ് ഇന്റഗ്രിറ്റി. ലോയുടെ ഇന്റഗ്രിറ്റി മാറ്റുന്നതല്ല. ഇന്ന് നമ്മുടെ ഹ്യൂമൻ ഗവൺമെന്റുകളിൽ എല്ലാ മന്ത്രിമാരും പ്രധാനമന്ത്രി തുടങ്ങി നമ്മുടെ പഞ്ചായത്തിലെ മെമ്പർ വരേക്കും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയും ഈ നിയമത്തിന്റെ ഇന്റഗ്രിറ്റിയെ നിലനിർത്തിക്കൊള്ളാമെന്ന്. പക്ഷേ പ്രാവർത്തികമായിട്ട് വരുമ്പോൾ സംഘടനാ താല്പര്യമോ വ്യക്തി താല്പര്യമോ മറ്റു പലതുമോ ലോ അവിടെ ഇഗ്നോർ ചെയ്യപ്പെടും. എന്നാൽ ഡിവൈൻ ഗവൺമെന്റ് ചെയ്യുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ദൈവം ദൈവമായിരിക്കുന്നിടത്തോളം അവന് തന്റെ വായുന്ന് പുറപ്പെട്ടതിന് ഭേദഗതി വരുത്താൻ സാധ്യമല്ല, ഇളവ് ചെയ്യാൻ സാധ്യമല്ല. പാപം ചെയ്ത് ദൈവം മരിച്ചേ പറ്റുകയുള്ളൂ. ഇതാണ് ക്രൂശിൽ നടക്കുന്നത്. ഇതാണ് പല മതവിഭാഗങ്ങളും അംഗീകരിക്കാത്തത്. ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അവന് മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രായശ്ചിത്തം നടന്നു, പാപത്തിന് ശിക്ഷ വിധിച്ചു. മാനവജാതി നിങ്ങൾ കോടി കോടി വർഷങ്ങൾ നരകത്തിൽ വെന്തെരിയുന്നതിന് പകരം എൻ്റെ പുത്രൻ അല്പസമയം വെന്തെരിയുന്നത് നല്ലതെന്ന് ഞാൻ കണ്ട് നിങ്ങൾക്കിതാ സൗജന്യമായ നീതീകരണം എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിച്ച് കിട്ടിയവനായിട്ടല്ല. യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ യേശു വിശ്വസിക്കുന്നവരെ ഡിവൈൻ ജസ്റ്റിസസ്, ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശമല്ല, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ഉപദേശമല്ല. മാനവജാതിക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ, ഫ്രീ പ്രൊവിഷൻ എന്താണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. ഇന്ന് നിലവിൽ കാണുന്ന ക്രിസ്തു മതങ്ങൾ ഒന്നും തന്നെ കർത്താവ് പറഞ്ഞ യേശു ക്രിസ്തു പ്രോമിസ് ചെയ്ത ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് പറഞ്ഞതല്ല. ഇന്ന് കർത്താവ് യേശു ക്രിസ്തു പ്രോമിസ് ചെയ്തതായി ആ സഭ ഐഹികമല്ല, ടാഞ്ചബിൾ അല്ല, വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആണ്. പക്ഷെ ഓരോ വ്യക്തിയിലും അത് പ്രവർത്തിക്കുന്നു. അതിലേക്കാണ് നിങ്ങളെ സുവിശേഷം മുഖാന്തരം ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഏതൻ തോട്ടത്തിൽ നടന്നത് ഒരു ഇമോഷന്റെ ആക്ഷൻ അല്ലായിരുന്നു, ഒരു നോളജിന്റെ ആക്ഷൻ അല്ലായിരുന്നു, ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ആയിരുന്നു. സത്യദൈവത്തിൽ നിത്യനായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട്, അവരുടെ ജീവന്റെ ഉറവിടമായിരുന്ന ദൈവത്തെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് സെൽഫിനെ സ്വീകരിക്കുക. ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കുന്നതാണ് സുവിശേഷം. യേശു ക്രിസ്തു പറഞ്ഞത് തന്നെയാണ്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താനെ ത്യജിക്കുക, നാൾ തോറും ക്രൂശ് എടുക്കുക, എന്നെ അനുഗമിക്കുക. ഈ തന്നെത്താനെ ത്യജിക്കണമെങ്കിൽ നമ്മളിൽ മറഞ്ഞിരിക്കുന്ന സെൽഫ് എന്താണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. അല്ലാത്തോടത്ത് നമുക്ക് മനസ്സിലാകുകയില്ല. ഇത് വെളിപ്പെടുത്തുമ്പോഴാണ് അതിലുപേക്ഷിക്കാൻ മടി, അതിലുപേക്ഷിക്കാൻ ഭയം. കാരണം നിങ്ങൾ പ്രോമിസ് തരുന്നത് ആരാണ്? നിത്യനായ ദൈവം.
നിങ്ങളെ നരകത്തിലേക്ക് എറിയാനും തന്നോട് കൂടെ നിത്യമായ യുഗായുഗങ്ങൾ തന്നോട് കൂടെ ഇരുത്തുവാനും അധികാരമുള്ളവനാണ് പറയുന്നത്. മനുഷ്യ ശബ്ദമല്ല ഞാൻ പറയുന്നത്. തന്നെത്താൻ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പാപമോചനം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പാപം എന്താണെന്നും പാപപ്രവൃത്തി എന്താണെന്നും പാപത്തിന്റെ കോൺസിക്വൻസ് എന്താണെന്നും നിങ്ങളുടെ സോളിലേക്ക് വെളിപ്പെടുത്തും. അതുവരെ നിങ്ങൾ താലോലിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നത് പാപം നിങ്ങൾക്ക് വെറുപ്പാകും. ഭയാനകമായ ന്യായവിധി നിങ്ങളുടെ സോളിലേക്ക് വെളിപ്പെടുത്തുമ്പോൾ വിറച്ചുകൊണ്ട്, ഓ ഇതിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും, ആ രക്ഷയ്ക്ക് വേണ്ടി പല പല മുഖാന്തരം നോക്കും, പഴയ എക്സ്പീരിയൻസ് നോക്കും. പക്ഷെ അവിടെ എങ്ങും ദൈവത്തിന്റെ പരിശുദ്ധാത്മ അല്പം പോലും വിട്ടുവീഴ്ച തരികയില്ല. വീട് ഞാൻ പ്രാപിച്ചവർക്കൊക്കെ വ്യക്തമായിട്ടത് അറിയാം. അപ്പോൾ മാത്രമാണ് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി സോളിലേക്ക് വെളിപ്പെടുത്തുന്നത്, അവന്റെ പ്രായശ്ചിത്തത്തെ വെളിപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ സ്നേഹത്തില് ഭൗതികമായി വല്ലതും കിട്ടിയിട്ടല്ല. അതാണ് യാഗപീഠത്തെ കുറിച്ച് കൊണ്ട് വീണ്ടും വീണ്ടും പ്രസംഗിക്കുന്നത്. ആ ദൈവ ക്രോധാഗ്നി മുഴുവനും ഗസമന്റെ തോട്ടത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒരുത്തരം ലഭിച്ചില്ല. ആ ദൈവത്തിന്റെ ക്രോധാഗ്നി മുഴുവനും താൻ അനുഭവിക്കേണ്ടി വന്നു. തന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ, ദുഷ്ടമനുഷ്യരാവുന്ന പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു, മരണം അനുഭവിച്ചു എന്നാണ് എബ്രായർ ലേഖനം 2:9 പറയുന്നത്. ഞാനിത് എല്ലാ എപ്പിസോഡിൽ റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇന്ന് രക്ഷയുടെ വിഷയത്തെ കുറിച്ചുകൊണ്ട് ക്രിസ്തീയ ഗോളം വളരെ ലാഘവത്തോടെ കാണുന്നത്, ലാഘവത്തോടെ നടക്കുന്ന ഒരു സംഭവമല്ല. ഇത് ഫ്രീ ഓഫറാണ്. എന്നാൽ പിന്നീട് നമ്മൾ ഡിവൈൻ നേച്ചർ ഡെവലപ്പായി വരുവാൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മുടെ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷനെ ചേഞ്ച് ചെയ്യുവാൻ നാം പരിശുദ്ധാത്മാവും കൂടെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. പാപത്തിന്റെ ശിക്ഷയെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ വചനം കേട്ട്, അല്ലെങ്കിൽ റോമാലേഖനം 5:12 പറഞ്ഞിരിക്കുന്നത് പോലെ ഏക മനുഷ്യനെ പാപവും പാപത്താൽ മരണവും, ഞാൻ മരിച്ചിരിക്കുന്നു, വചനം അങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാനും മരിച്ചിരിക്കുന്നതല്ല. നോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സോളിലേക്ക് ശരിക്കും മനസ്സിലാക്കി തരും, വെളിപ്പെടുത്തി തരും. നീ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ജീവിക്കാനുള്ള ഏക മാർഗം ക്രിസ്തുവിനെയും വെളിപ്പെടുത്തുന്ന ഓപ്ഷൻ തരും. ഫിസിക്കൽ ആക്ഷനല്ല, ഓപ്ഷൻ തരും. ചൂസ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ നിനക്ക് ഫ്രീ ഓപ്ഷൻ ഉണ്ട്. അവിടെ മുട്ടടിച്ചുകൊണ്ട് എന്റെ കർത്താവ് സ്നേഹത്തിൽ ആ ക്രൂശിലെ യാഗപീഠത്തിൽ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കി, ഞാൻ പോകേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായിട്ട് എൻ്റെ സൃഷ്ടിതായവൻ, ആ മോശയ്ക്ക് വെളിപ്പെട്ടവൻ, ഉൾപ്പടപ്പിൽ വെളിപ്പെട്ടവൻ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാലും നിന്റെ കാലിലെ ചെരുപ്പഴിച്ചിടാൻ പറഞ്ഞ അതവൻ തന്നെയാണ് ആ കയ്യഫ മഹാപുരോഹിതന്റെ മുമ്പിൽ നിൽക്കുന്നത്. യാഹ്വേ ഞാനാകുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്നലെയും ഞാൻ പറഞ്ഞു, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും സമ്പൂർണ്ണ വിവരം അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നിങ്ങളെ വഹിച്ചുകൊണ്ടാണ് ആ മഹാപുരോഹിതന്റെ മുമ്പിൽ റെഡി. യെസ് ഐ ആം. പക്ഷെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അറ്റോൺമെന്റ് ആകാനാ. മഹാപുരോഹിതൻ പ്രവർത്തിക്കുന്ന ആരാൻ നന്നായി അറിയാം. സ്തോത്രം. ആ സ്നേഹത്തിൽ ഹൃദയ നുറുക്കത്തോടു കൂടിയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ, നമ്മുടെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആക്കുന്നത്. പിന്നെ നമുക്ക് തിരിച്ച് പാപത്തിലേക്ക് നോക്കാൻ ഇച്ഛ വരില്ല. പിന്നെ ആരും കമ്പൽ ചെയ്യേണ്ട. പിന്നെ കമ്പൽ ചെയ്തൊക്കെ ഫിസിക്കൽ ആക്ഷനാണ്. മോറൽ ഗവൺമെന്റിന് ഫിസിക്കൽ ആക്ഷൻ ഇല്ല. ഇൻഫ്ലുവൻസ് തരാനേ പറ്റുകയുള്ളൂ. ആ ഇൻഫ്ലുവൻസിനെ മനസ്സിലാക്കിയിട്ട്, യെസ് എനിക്ക് എൻ്റെ സ്വഭാവം വെളിപ്പെട്ട് കിട്ടുമ്പോൾ എനിക്കിത് വേണ്ട, എനിക്ക് ദൈവ സ്വഭാവം മതി, ക്രിസ്തുവിനെ മതി. ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ സമയാസമയത്തിന് ടെംപ്ടേഷൻസ് ഉണ്ടാകുമ്പോൾ അവൻ നമ്മളിൽ കൂടെ വെളിപ്പെടും. അങ്ങനെ അവനെ സ്വീകരിക്കുമ്പോൾ നടക്കുന്നതാണ് വീണ്ടും ജനനം. പിന്നെ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്, യേശു ക്രിസ്തുവിലുള്ള ആശ്രയം. അതിനാണ് 2 പീറ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. പെർസിവസിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ നമ്മളങ്ങനെ കൊളോസ്യ ലേഖനത്തിൻ്റെ 1:24-28 വാക്യങ്ങൾ, അതുപോലെ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ എങ്ങനെയാണ് ഒരു ശുശ്രൂഷകനും വിശ്വാസികളും തമ്മിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം എന്താണ്, ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം എന്താണ്, എപ്രകാരം വിശ്വാസി തന്നെ ക്രിസ്തുവിനോട് അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള ശുശ്രൂഷകൾ എപ്രകാരം സബ്മിസീവ് ആയിരിക്കണം,
ശുശ്രൂഷകൻ എങ്ങനെ ഓരോ ആത്മാക്കൾക്കും വേണ്ടി ജാഗരിച്ച് അവിടെ ഇപ്പോഴത്തെ ആത്മീയ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് യോഗ്യമായ രീതിയിൽ തോന്നിയ പോലുള്ള പ്രസംഗങ്ങളല്ല, ഓരോരോ സോളിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഓരോരോ സോളിനെയും ഏത് സമയത്തും കർത്താവ് വെളിപ്പെട്ടാൽ, കർത്താവ് വന്നാൽ എടുക്കപ്പെടാവുന്ന രീതിയിലാക്കി നിർത്തണം. മനുഷ്യ പല പല കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. അവിശ്വാസമുള്ളവരുണ്ട്, പിന്മാറ്റമുള്ളവരുണ്ട്, ഷാഡിങ് കാണിക്കുന്നവരുണ്ട്, തന്റെ സ്വഭാവത്തെ തെറ്റിപ്പാൻ അല്ലെങ്കിൽ തന്റെ സെൽഫിനെ തെറ്റിപ്പാൻ പ്രയാസമുള്ളവരുണ്ട്. ചിലപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പൗലോസ് ഗലാത്യ സഭയ്ക്ക് വേണ്ടി സെക്കൻഡ് ടൈം പ്രസവവേദന അനുഭവിച്ചതുപോലെ ഒരിക്കൽ വീണ്ടും ജനം പ്രാപിച്ചവരായിരുന്നു. പിന്നീട് അവര് ജുഡായിസത്തിന്റെ വിശ്വാസത്തിലേക്ക് അല്പമായിട്ട് ചായ്വ് വന്നപ്പോൾ പൗലോസ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രസവവേദന അനുഭവിക്കുന്ന ഒത്തിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഇതൊക്കെ അനുഭവിക്കുന്ന ദേവദാസന്മാർക്ക് ഇതിന്റെ രുചി അറിയാം. അപ്പൊ ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് ഒരു നമ്മുടെ സഹോദരിമാരെ പ്രസവിച്ച സഹോദരിമാർക്ക് അറിയാം. 10 മാസം ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് പ്രസവിച്ച് കുഞ്ഞു വന്ന വേദനയെല്ലാം മറന്നിട്ട് പിന്നെ അത് ഗ്രോ ചെയ്ത് വളർത്തിയെടുക്കുമ്പോൾ സന്തോഷം, പിന്നെ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം അറിയാം. അപ്പോൾ അവര് എപ്രകാരം കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന്, എത്രമാത്രം വാച്ച് ചെയ്തുകൊണ്ട് അല്ലെ, കുഞ്ഞ് ഇൻഫാൻസിലായിരിക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധയോടാണ് കുഞ്ഞിനെ നോക്കുന്നത്. അതേപോലെ തന്നെയാണ് ആത്മീയ കാര്യത്തിലും. അപ്പൊ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ ശുശ്രൂഷകനും വിശ്വാസിയും തമ്മിൽ രണ്ടുപേരുടെ ഫോക്കസ് ഒന്നായിരിക്കണം. എനിക്ക് ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരണം. അതിനുവേണ്ടി എല്ലാ ഫ്രീ പ്രൊവിഷൻസും ദൈവം നമുക്ക് തരുന്നുണ്ട്. എല്ലാ ഫ്രീ പ്രൊവിഷൻസും ഭൗതികമായിട്ട് ആത്മീയമായിട്ട് എല്ലാം ഫ്രീ ആണ്. ഈ ടാസ്ക് കറക്റ്റ് ആണോ, ട്രാക്ക് കറക്റ്റ് ആണോ, മറ്റെല്ലാം ഫ്രീ ആണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇനി നമ്മൾ വാസ്തവമായിട്ട് കരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എബ്രായ ലേഖനത്തില് ഈ ഒരു ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നത് പാളയത്തിന് പുറത്തേക്കാണ്. പാളയത്തിനകത്ത് ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. പാളയം എന്ന് പറഞ്ഞാൽ ലോകം, ലൗകികമായ കാര്യങ്ങൾ, ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പെരിഫറൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സോഷ്യൽ വെൽഫെയർ സെന്ററായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കാം. അനേക സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്, രോഗശാന്തികൾ നടക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു രോഗശാന്തിയിൽ ഉണ്ട്. പാപമോചനത്തിന്റെ കൂടെ എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇത് പാപമോചനത്തെ കുറിച്ച് പറയാതെ, പാപത്തിൽ നിന്നൊരു വ്യക്തിയെ സ്വതന്ത്രമാക്കാതെ, അവിടെ സോളിലെ ഇച്ഛകളെ ഉണർത്തിക്കൊണ്ട്, ഇമോഷൻസ് ഉണർത്തിക്കൊണ്ട്, ശാരീരികമായിട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിൽ ആശ്രയിക്കുന്നത് മറ്റൊരു യേശുവാണ്. അവന് പ്രവർത്തിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു അല്ല. ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പല പല രൂപങ്ങളിൽ വെളിപ്പെടുന്ന മറ്റൊരു യേശുവോ മറ്റൊരു വേറെ സുവിശേഷകനൊക്കെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ പാളയത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ, പാളയത്തിന് പുറത്ത് നിന്ദകള്, പരിഹാസങ്ങള്, ഉപദ്രവങ്ങള്, ഇങ്ങനെയെല്ലാം ഉള്ളു. പാളയം എന്ന അവിടുത്തെ വിഷയം നിങ്ങൾ പല ക്ലാസ്സുകളും കേട്ടിട്ടുള്ളവരായിരിക്കാം. അന്നത്തെ ലാംഗ്വേജിൽ, അതായത് ലേഖനങ്ങൾ എഴുതുമ്പോഴോ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ പാളയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ജീവിതം, അല്ലെങ്കിൽ അന്നത്തെ ജാതികൾ പോലും ജീവിക്കുമ്പോൾ അവർ അത്ര ഇന്നത്തെ കാണുന്ന പോലെയുള്ള ജനസംഖ്യയില്ല, കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ താമസിക്കുന്ന ഇടം ചുറ്റും മതിലുകൾ കെട്ടിയിട്ട്, ഓരോ രാജ്യങ്ങൾക്ക് വലിയ വലിയ മതിലുകളുണ്ട്. യെരിഹോവിന്റെ മതിൽ എന്ന് പറഞ്ഞാൽ 6 രഥങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന അത്ര വൈഡായിരിക്കുന്ന മതിലായിരുന്നു. അപ്പോൾ രാജ്യത്തെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് വളരെ ശക്തമായ മതിലുണ്ടാക്കുക. അതിൻ്റെ ഉള്ളിലെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്, പക്ഷെ അതിൻ്റെ പുറമെ എല്ലാം ചീഞ്ഞു നാറുന്ന അവസ്ഥകളാണ്. വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടിടുകയാണ്. അകമേ വളരെ ക്ലീൻ ആയിരിക്കും, സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ശത്രുസേനയൊന്നും പെട്ടെന്ന് വരികയില്ല. അതിന് തക്കവണ്ണം ഗേറ്റുകളും ഗേറ്റ് കാവൽക്കാരും എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ പുറമെ എന്ന് പറഞ്ഞാൽ ശത്രു ഉണ്ടാകാം, ചീഞ്ഞാറുന്ന അവസ്ഥയാണ്. ഇതാണ് നമ്മളെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ സുവിശേഷം മുഖാന്തരം പാളയത്തിന് പുറത്തേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ലോക ആശ്രയങ്ങളിൽ നിന്നും പുറത്തോട്ട് വിളിക്കുക. ഉടനെ നിങ്ങളുടെ ചിന്താഗതി വരുന്നത് അങ്ങനെയല്ല, മരുന്ന് ഉപയോഗിക്കരുത്, ആഭരണം വയ്ക്കരുത്, അത് ചെയ്ത്, ഇതെല്ലാം മൊറാലിറ്റിയാണ്, ലീഗലിസമാണ്. ഞാൻ ലീഗലിസം അല്ല പ്രസംഗിക്കുന്നത്. പാളയത്തിന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇതാണ് ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെടുവിക്കുന്ന സമയത്ത് ചോരത്തളി ആചരിക്കാൻ പറഞ്ഞു. അതിനുശേഷം അതേ പെസഹ കുഞ്ഞാടിന്റെ തീയിൽ ചുട്ട മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചീരയോട് കൂടെ തിന്നാൻ പറഞ്ഞു. അവരോട് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തപ്പോൾ മിസ്രൈമിലെ ഓരോ കുടുംബങ്ങളിലും
ഓരോ കടിഞ്ഞൂല്, മനുഷ്യരുടെയും മൃഗത്തിൻ്റെയും ഓരോ കടിഞ്ഞൂലും ഒരു കുടുംബത്തിനും മറ്റൊരു കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വേണ്ട നിലവിളി ഉയർന്നപ്പോൾ ഇസ്രായേൽ 430 വർഷത്തിന് അടിമത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന സന്തോഷത്തോടുകൂടെ പുറപ്പെടുകയായിരുന്നു. പറഞ്ഞതനുസരിച്ചപ്പോൾ അപ്പോൾ മാത്രമാണ് യഹോവ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരോട് കൂടെ യാത്ര ചെയ്യുവാൻ ഇറങ്ങി വന്നത്. അതുവരെ വന്നില്ലായിരുന്നു. ഇതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടിവിക്കുവാൻ ആസ്പദമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന ക്രൂശിലെ സംഭവത്തിന് സിംബോളിസായിട്ട് ആടിനെ അറുത്തു, ചോരത്തെളി ആചരിച്ചു, കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും രക്തം തെളിച്ചു. അന്ന് രാത്രി ആരും ആ വീടിന് പുറത്തു പോകരുത്. അതായത് ഉള്ളിലിരിക്കുന്നവരുടെ ഗുണമല്ല, ആ തെളിക്കപ്പെട്ട രക്തത്തിന്റെ ഗുണം, ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന യേശുവിന്റെ രക്തത്തിന്റെ ഗുണമാണ് അതിനവിടെ കടലപ്പടിമേലും കുറുമ്പടിമേലും തേച്ച പെസഹ കുഞ്ഞാടിന്റെ രക്തം. അതിന്റെ പുറമെ മുഴുവനും മരണം വ്യാപരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അറ്റോൺമെന്റിന്റെ ഉള്ളിൽ ജീവൻ സന്തോഷം വ്യാപരിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ സുവിശേഷം മുഖാന്തരം വിളിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി വേണ്ട, നമ്മുടെ സെൽഫ് റൈഷ്യസ്നെസ് വേണ്ട, ഒന്നും വേണ്ട. യേശു ക്രിസ്തുവിലെ വിശ്വാസം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, പ്രായശ്ചിത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ദൈവം നടത്തിയെടുത്ത് പിതാവ് ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനന്റ് ആണ്, ദ കവനന്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇത്തരം ഉപദേശങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പറയാണ്, അറ്റോൺമെന്റ് ഈസ് സക്സസ്, ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി. അല്ലെങ്കിൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കില്ലായിരുന്നു. പല മതസ്ഥാപകന്മാരും വന്ന് യേശു ക്രിസ്തു അനുഭവിച്ചേക്കാൾ ക്രൂരമായിട്ടുള്ള മരണം അനുഭവിച്ചവരുണ്ട്. പക്ഷെ അവരാരും തന്നെ പാതാളത്തിൽ പോയെങ്കിലും പാതാളത്തിൽ തിരിച്ചു വന്നിട്ടില്ല. യേശു ക്രിസ്തു ഒരുവൻ മാത്രമേ പാതാളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളൂ. കാരണം അവന്റെ പാപമല്ലായിരുന്നു, മാനവജാതിക്ക് വേണ്ടിയുള്ള പകരക്കാരനായിട്ടുള്ള ശിക്ഷയാണ് അവൻ അനുഭവിച്ചത്. എന്നിട്ടാണ് ദൈവം ഓഫർ ചെയ്തത്, അവനെ വിശ്വസിക്കുന്ന ഏവനും, ജാതി മത വ്യത്യാസം കൂടാതെ ഏവനും സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടാം. അവന്റെ പാപം മറച്ചുകളെ മായ്ച്ചു കളയുന്നു. പിന്നെ ശിക്ഷാവിധിയില്ല, നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ളവരെയാണ് പിന്നീട് അടുത്ത സംഭവമാണ് തീയിൽ ചുട്ടാറ്റുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചൊരികളും കൂടി തിന്നുക എന്ന് പറയുന്നത്. അവിടെ തന്നെ പറയുന്നത് പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയിട്ടോ ഭക്ഷിക്കരുത്. തീയിൽ ചുട്ടതെന്ന് പറഞ്ഞാൽ സകലവിധ മേധസ്സും ഫാറ്റ്, നമ്മൾ ഈ ദിവസങ്ങൾ നമുക്കിവിടെ ഗ്രീനിൽ വളരെയധികം കിട്ടുമല്ലോ. തീയിൽ ചൂടുന്ന സമയത്ത് അതിൻ്റെ സകലവിധ ഫാറ്റും മുരുങ്ങിപ്പോകും. ഇതേപോലെ നമ്മളിലുള്ളതായിട്ടുള്ള സകലവിധ ഫാറ്റും സകലവിധ പ്രൈഡും എല്ലാം ഒഴിച്ച് ആരാ യാഗപ്പെടുത്ത് വന്ന ആരാണ്? അത്യുന്നതനായ ദൈവം, ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ചിരുന്നവൻ, സെറാഫീൻസ്, ഇത്രയും പരിശുദ്ധന് മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ യോഗ്യരെന്ന് പറഞ്ഞ് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്ന് സദാ ഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആരാധന സ്വീകരിച്ചുകൊണ്ടിരുന്നവരാണ്. തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അനുസരണമുള്ളവനായി തീർന്നു. അവന്റെ അനുസരണമല്ല നമുക്ക് പകരക്കാരനായി തീരുന്നത്, അവന്റെ പകരക്കാരനായിട്ടുള്ള കഷ്ടം അനുഭവിച്ചത്, മരണം അനുഭവിച്ചത്. അവൻ ദൈവവും മനുഷ്യമായിരിക്കെ അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ അനുസരിച്ചേ മതിയാകുള്ളൂ. പക്ഷേ അവൻ പാപം ചെയ്യാത്തിടത്തോളം അവൻ മരണം അനുഭവിക്കേണ്ട ആവശ്യകതയില്ലായിരുന്നു. പക്ഷേ അവൻ നൽകപ്പെട്ടിരിക്കുന്ന ഫ്രീ വില്ലില് അവൻ മാനവജാതിക്ക് വേണ്ടി സ്വമേധയാ അവരുടെ ശിക്ഷ തൻ്റെ സോളിലും തൻ്റെ സ്പിരിറ്റിലും തൻ്റെ ബോഡിയിലും ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് സാൽവേഷൻ കിട്ടുന്നത്. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറിജിനൽ കവനന്റിലേക്ക് വരണം, ഡിവൈൻ ലോയ്ക്ക് പൂർണ്ണ അനുസരണത്തിലേക്ക് വരണം. ഇതിനാണ് സുവിശേഷം ഘോഷിക്കുന്നത്. ഇത് നടക്കുന്നത് ചർച്ചിനകത്താണ്. ചർച്ചിനകത്താണ് ഒബീഡിയൻസ് ട്രെയിൻ ചെയ്യുന്നത്. ഇതിനാണ് ഓരോ ശുശ്രൂഷന്മാരുടെ ഡ്യൂട്ടി എന്താണ്, വിശ്വാസികളുടെ ഡ്യൂട്ടി എന്താണ്, എപ്രകാരം സബ്മിസീവ് ആയിരിക്കണം, ശുശ്രൂഷന്മാർ എപ്രകാരം ജാഗരിക്കുക. അവരുടെ സ്വന്തം ഇഷ്ടമല്ല, ഓരോ സോളിനെയും അവരുടെ അവസ്ഥകൾ, ഇപ്പോഴത്തെ അവരുടെ സോളിൻ്റെ സ്പിരിച്വൽ അവസ്ഥകൾ എവിടെയാണ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്ത സ്ഥലത്ത് കറക്റ്റ് ചെയ്ത്, അവർ താങ്ങേണ്ട സ്ഥലത്ത് താങ്ങി,
അല്പവിശ്വാസമാണ് അവർക്ക് വേണ്ടി ഗ്യാപ്പിൽ നിന്ന് ഇവ സ്ലിപ്പ് സംഭവിക്കുമ്പോൾ അവർക്ക് മേൽ ഡിവൈൻ ജസ്റ്റിസ് വിധിക്കുന്ന ശിക്ഷ സ്വമേധ ഏറ്റെടുത്ത്, ലോർഡ് നീ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ നിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നിന്റെ ശരീരമാണ് സഭയ്ക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിവൈൻ ലോ കണ്ണടച്ചേരെ ശിക്ഷ വിധിക്കുള്ളൂ. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഡിവൈൻ ലോക്ക് തെറ്റ് ചെയ്താൽ ശിക്ഷ ഉടനടിയാണ്. ഉടനടി. കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. പൂർണ്ണ മാനസാന്തരത്തിലേക്ക്, അതായത് ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ചെയ്ത്, എനിക്ക് എൻ്റെ സെൽഫ് വേണ്ട, സെൽഫ് ഡിസൈസ് വേണ്ട, ദൈവമേ നിന്റെ ഹിതം മതി. ഇത് പുത്രനിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റവരുടെ കർത്താവ് യേശു ക്രിസ്തു ഒരു പ്രോമിസ് തരുന്നത്, ഒരു ഓഫർ തരുന്നത്. നിനക്ക് സ്വയമായിട്ട് അനുസരണത്തിലേക്ക് വരാൻ സാധ്യമല്ല, എന്നാൽ നീ നിന്റെ സോളിന്റെ ഹസ്ബൻഡായിട്ട്, ഭർത്താവായിട്ട് എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ, ഇതുവരെ പാപമായിരുന്നു നിന്റെ സോളിന്റെ ഹസ്ബൻഡ്, അതിനു വേണ്ടിയുള്ള പാപ പരിഹാര ശുശ്രൂഷ ഞാൻ നടത്തി കഴിഞ്ഞു. വിശ്വസിക്കുന്നവരെ ദൈവം സംശയമായിട്ട് നീതീകരിക്കുന്നു. ഇനി മുതൽ നിന്റെ സോളിന്റെ ഹസ്ബൻഡായിട്ട്, നിന്റെ പ്രാണന്റെ ഭർത്താവായിട്ട് നീ എന്നെ സ്വീകരിക്കുന്നുവെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ വസിച്ച് നിനക്ക് ആവശ്യമായ ഇൻഫ്ലുവൻസ് തന്ന്, പാപത്തിന്റെ ടെംപ്ടേഷൻ നിനക്ക് വരുമ്പോൾ, നിന്റെ സെൽഫിന്റെ ടെംപ്ടേഷൻ നിനക്ക് വരുമ്പോൾ, നിന്നെ ഞാൻ അനുസരണത്തിൽ തികഞ്ഞവളാക്കി വളർത്തിയെടുക്കാം. ഇതാണ് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. ഇതാണ് ഞങ്ങളിൽ കൂടെ ചെയ്തെടുക്കാൻ ഈ ഒരു റിലേഷനിലേക്ക് വരാൻ പറയുന്നത്. അതെന്ത് വേണം? പാളയത്തിന് പുറത്ത് പോകണം. പാളയത്തിന് പുറത്ത് ആരുണ്ട്? ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തു ഉണ്ട്. പാളയത്തിന് പോകാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടതയുള്ള കാര്യമല്ല. എല്ലാവർക്കും അയ്യോ അങ്ങനെ ചെയ്യേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും, അത് വയ്ക്കേണ്ടി, മരുന്ന് കഴിക്കാൻ പറ്റില്ലോ, ഇതൊക്കെ ആര് പറയുന്നത്? അതെല്ലാം മൊറാലിറ്റിയാണ്. നിനക്ക് വേണ്ടി എന്തു ചെയ്യണമോ അതിനുള്ള സകല പ്രൊവിഷൻസും പിതാവ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നീ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിന്നെ കരുതുവാൻ അവൻ റെഡിയാണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം അവിടെ കൂടുതൽ മാറിയില്ല. മന്ന നിരന്തരമായിട്ടുണ്ടായിരുന്നു. പ്രോമിസ് ലാൻഡ് ചെല്ലുന്നത് വരേക്കും മന്നയുണ്ടായിരുന്നു. ഒരു പല പ്രാവശ്യം മനസ്സിനെ കാണിച്ചു. യഹോവയ്ക്കെതിരെ, മോശയ്ക്കെതിരെ, അഹ്റോനെതിരായി ഒക്കെ പുറപ്പെട്ടു. കാളക്കുട്ടി ഉണ്ടാക്കിയ ദിവസം പോലും അവർക്ക് മന്ന കൊടുത്തു. കാളക്കുട്ടി ഉണ്ടാക്കിയ ദിവസം പോലും അതിരാവിലെ മന്ന കിട്ടി. മന്ന തിന്നതിന് ശേഷമാണ് കാളക്കുട്ടി ഉണ്ടാക്കി. കാളക്കുട്ടിയുടെ മുമ്പിൽ യാഗോവ യാഗപ്പീഠ കഴിച്ച് ഉണ്ടാക്കി. അഹരോൻ പറഞ്ഞത് യഹോവയ്ക്കൊരു ഉത്സവം. അന്ന് മന്ന തിന്നിട്ടാ ചെയ്തത്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ എന്ത് വന്നു? 3000 പേര് കൊല്ലപ്പെടേണ്ടി വന്നു. അപ്പോൾ മന്നയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല, അനുസരണത്തിലേക്ക് വന്നേ പറ്റുള്ളൂ. ഇതാണ് നമ്മളോട് പ്രോമിസ് ചെയ്ത് എവിടെ പാളയത്തിന് പുറത്തേക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ, ലോക ആസനം ഒന്നും വേണ്ടെന്നല്ല, ലോകത്തിൽ നിന്ന് തന്നെ, ഈ ലോകത്തിൽ നിന്ന് തന്നെ. ഞാനിവിടെ പിക്ചർ കാണിച്ചിരിക്കുന്നതിൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേൾഡ് മാപ്പാണ്. നമ്മളെ ക്രിസ്തുവിൽ പണിതെടുക്കുന്നത് ഈ ലോകത്തിൽ തന്നെയാണ്. ഈ ലോകത്തിൽ നമുക്ക് നല്ലതെന്ന് കണ്ട് എന്തു വേണമോ അതിന് പ്രൊവൈഡ് ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. ഒരു വിശ്വാസത്തിന് പാളയത്തിന് പുറത്തെ കാര്യങ്ങൾ താങ്ങാൻ പറ്റുന്നില്ലയോ? ഒരു കുഴപ്പമില്ല. ഈ ലോകത്തിൽ നിന്ന് തന്നെ വൈദ്യുതി വേണോ, എന്തു വേണോ ദൈവം പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നിന്റെ ആശ്രയം അതിലാകരുത്. ആശ്രയം ക്രിസ്തുവിലാണ്. കർത്താവ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ. എങ്ങനെ നിന്നെ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരണമെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. നിന്റെ ഫെയ്ത്ത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നിന്റെ ഡ്യൂട്ടി. ഓക്കെ, ഇത്തരം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്റ്റെപ്പിൽ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോഴാണ് അല്പസമയം എഫേസ്യ ലേഖനം 2-ാം അധ്യായം ഒന്ന് എടുക്കണം. എഫേഷ്യൻസ് ചാപ്റ്റർ 3 ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കൊളോസ്യ ലേഖനം 1:24 നമ്മൾ പറഞ്ഞു നിർത്തിയതായിരുന്നു. അതുകൂടി ഒന്ന് വായിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടത് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അവരോട് ജാതികളുടെ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എന്നിട്ട് പറയാണ്, അവനെ അറിയിക്കുന്നത്, നിങ്ങളിൽ ഇരിക്കുവാൻ നിങ്ങൾ വിളിച്ചു വരുത്തിയ ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ
ഏതു മനുഷ്യനെയും ആ ക്രിസ്തുവിൽ, മറ്റൊരു ക്രിസ്തുവിനല്ല, നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ക്രിസ്തുവിൽ തികഞ്ഞവനായി. ക്രിസ്തു എപ്രകാരമായിരിക്കുന്നു അത് നിങ്ങളെ തികഞ്ഞവനാ. അപ്പൊ എന്താണ്? ഒരു ഡിവൈൻ നേച്ചറും നിങ്ങളുടെ ഹ്യൂമൻ നേച്ചറും തമ്മിൽ ഒരു ഇന്റർചേഞ്ച് നടക്കണം. നിങ്ങളുടെ ഹ്യൂമൻ നേച്ചറിനെ സബ്ഡ്യൂ ചെയ്ത് അവിടെ ഡിവൈൻ നേച്ചർ ഓവർകം ചെയ്യണം. അതാത് സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ മനുഷ്യ സ്വഭാവം എന്താണ്? എടുത്തുചാട്ടം, കോപം, വായ്ക്ക് നിയന്ത്രണമില്ല, കണ്ണിന് നിയന്ത്രണമില്ല, ചെവിക്ക് നിയന്ത്രണമില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കത്തരച്ച ഗുണം പറഞ്ഞു തരുമ്പോൾ, മനസ്സിലാക്കി തരുമ്പോൾ കർത്താവ് ഇത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, വേറെ ആരെയും കുറ്റം പറയണ്ട. പെന്തിക്കോസ്തുകാർക്ക് നല്ലൊരു സ്വഭാവമാണ് പിശാചിന് കുറ്റം പറയാൻ ഓപ്പണായിട്ട് ഇട്ട് കൊടുക്കുക. അവനെ കൊണ്ട് തന്നെ ഉപയോഗിക്കുന്നത്, അവരുപയോഗിച്ച് തന്നെയാണ് നമ്മളുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ കർത്താവേ എനിക്കിത് മനസ്സിലായി, എനിക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതിനെ ഓവർകം ചെയ്തതായ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇതാണ് കൃപാസനത്തേക്ക് തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് എപ്പോഴും നമുക്ക് കൃപാസനത്തേക്ക് ചെല്ലാം, ധൈര്യത്തോടു കൂടെ ചെല്ലാം. എന്താ? ഓൾറെഡി അറ്റോൺമെന്റ് നടന്നു കഴിഞ്ഞു. നമ്മുടെ ഫോക്കസ് ശരിയാണെങ്കിൽ, നമ്മുടെ ടാസ്ക് ശരിയാണെങ്കിൽ, അതായത് ക്രിസ്തുവിൽ തികഞ്ഞവനാകുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എങ്കിൽ നമുക്ക് കൃപാസനത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ മർമ്മം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ ഇതേ കാര്യത്തെ കുറിച്ച് പോൾ വേറെ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എഫേസ്യൻസ് ചാപ്റ്റർ 3:1 തുടങ്ങി ഒന്ന് വായിക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. അവിടെ പറഞ്ഞു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. കൊളോസ്യ ലേഖനത്തില് നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവിടെയും പറഞ്ഞത് ഒരു മർമ്മം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, അവനെ ഞാൻ വെളിപ്പെടുത്താൻ എനിക്ക് ഉദ്യോഗം തന്നിരിക്കുന്നു. അതുപോലെ നിങ്ങളെ ആ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി വളർത്തുവാനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പറയാണ് മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനെ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. കൊളോസ്യയിലത്തെ എങ്ങനെ 26 വായിച്ചത്? അത് പൂർവ്വകാലങ്ങൾക്കും മറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വരുന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞത് എന്താ? ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും മാത്രമല്ല, ദൈവ മക്കൾക്ക് ഏവർക്കും, കൊളോസ്യയിലത്തെ എന്ന് പറഞ്ഞ വിശ്വസിക്കുന്ന ഏവർക്കും സ്തോത്രം വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നില്ല. അതോ ജാതികൾ, ഇനി ആ മർമ്മം പറയാണ്. ആ മർമ്മം എന്താണ്? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കാര്യം എന്തെല്ലാം ഉണ്ടോ? ഇപ്പൊ ഞാനൊരു മനുഷ്യനാ, ഓക്കെ, എൻ്റെ പാരൻസ്, നമ്മുടെ പാരൻസിന് ആൻഷ്യസ്ട്രലായിട്ട് പരമ്പരാഗതമായിട്ട് കിട്ടിയ വസ്തുവകളുടെ അവകാശികളാണ് നമ്മളെല്ലാവരും. ഓരോരോ മതത്തിനനുസരിച്ചുകൊണ്ട്, ഇന്ത്യൻ ലോ അനുസരിച്ചുകൊണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പൊതുവെ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. അവകാശം പറഞ്ഞ പിതാവിന് ഉള്ളത് എല്ലാം. അപ്പൊ പിതാവിനുള്ളത് എല്ലാമാണ് ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത്. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അനേക സ്ഥലങ്ങൾ വാക്യമുണ്ട്. അബ്രാഹാം ഇസ്ഹാക്കിന് വേണ്ടി ഒരു ഭാര്യ അന്വേഷിക്കാനൊക്കെ വേണം. എലിയാസർ അയക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുക. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരുന്നു. ഹീബ്രു ചാപ്റ്റർ 1:1-2. അപ്പോൾ ആ ദൈവത്തിനുള്ള സകലത്തിന്റെയും അവകാശം ക്രിസ്തുവിലായിരിക്കുമ്പോൾ ആ ക്രിസ്തുവാണ് നമ്മൾ വസിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ചർച്ചകളിനകത്ത് വേണ്ടാത്ത എല്ലാ കോമാളിത്തരങ്ങളും വന്നിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കിയെടുക്കുക. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റവനായ യേശുവാണ് നിങ്ങൾക്കൊരു ഓഫർ തരുന്നത്. ഇതുവരെ പാപമായിരുന്നു നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ സോളിന്റെ ഭർത്താവായിരുന്നത്. എന്നാൽ ആ പാപത്തിന് പരിഹാരം വരുത്തുന്ന ശുശ്രൂഷ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇതാ ഞാൻ മരിച്ചവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ പാപത്തിന് ഇനിയും തുടരാം.
പക്ഷെ അതിന്റെ അന്ത്യം നിത്യമായ മരണം, അതിന്റെ സ്ഥലം നരകമാണ്. എന്നാൽ നിന്നെ അനുസരണത്തിൽ തികഞ്ഞവളാക്കി എടുക്കുവാത്തക്കോണോ നിന്റെ സോളിന്റെ ഭർത്താവ് എന്നെ സ്വീകരിച്ചാൽ അവിടെ ചെയ്തു എന്തിരിയും, നിനക്ക് പാപത്തെ ത്യജിക്കേണ്ടി വരും, നിന്റെ സെൽഫിനെ ത്യജിക്കേണ്ടി വരും. നിന്നിൽ വസിക്കുന്ന സെൽഫിന്റെ ഇൻട്രസ്റ്റിന് അതുമായിട്ട് ഷെയർ ചെയ്യുന്നവരല്ല, നിന്റെ സോള് ഫുൾ എംപ്റ്റി ആക്കണം. അതാണ് പറഞ്ഞത്, ഒരുവർ എന്നെ ഐക്യമിപ്പിക്കാൻ നിശ്ചയിച്ചാൽ തന്നെത്താനെ ത്യജിക്കണം. ഇവിടെയാണ് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇതിനെ ത്യജിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എൻ്റെ പരമ്പരാഗത സഭ, എൻ്റെ മതം, എൻ്റെ സെൽഫ് ഡിസയേഴ്സ്, എൻ്റെ സെൽഫ് പ്ലാനിങ്ങുകൾ, ഇതൊക്കെ ഒന്ന് തച്ചുടക്കേണ്ടി വരും. ദൈവം പറയുന്നത് എന്താ? നിന്റെ വഴികൾ എൻ്റെ വഴികളല്ല, നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളുമല്ല. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ വിചാരങ്ങളിൽ എൻ്റെ വിചാരങ്ങളും നിന്റെ വഴികളെക്കാൾ എൻ്റെ വഴികൾ ഉയർന്നിരിക്കുന്നു. ആകാശം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടാഞ്ചിബിളായിട്ട് ഒന്നുമില്ല. അത് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴികളും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങളും അത്യുന്നതമാണ്. ജസ്റ്റ് ബ്ലൈൻഡ്ലി ഏൽപ്പിച്ചു കൊടുക്കാൻ ധൈര്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഹല്ലേലൂയ. നിന്റെ വിചാരങ്ങളും നിന്റെ വഴികളും ആകാശ ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ എന്നെ കുറിച്ച് ഉണ്ടെങ്കിൽ why should I worry? പിന്നെ അവരെ നടത്തി പറഞ്ഞു തരും. ശരിയാ, നമ്മൾ സമ്മതിക്കും. ഇപ്പൊ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികള്, അടുത്തെന്താ? ഏക ശരീരസ്ഥര്, വാഗ്ദത്തത്തിന് പങ്കാളികൾ. ഇത് നമ്മൾ ഒന്നൊന്നായിട്ട് ചിന്തിക്കണം. ക്രിസ്തുവിന് കൂട്ടവകാശികളാകണമെന്നെങ്കിൽ ആദ്യം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ആദ്യം മനസ്സിലാക്കണം. അവിടെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 17. മക്കളെന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയാണ്, നാം മക്കളെങ്കിലോ. മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇഫ് ചിൽഡ്രൻ. ടെക്ന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദൈവ കുടുംബത്തിൽ ജനിച്ചു, പക്വത പ്രാപിച്ചിട്ടില്ല, പിതാവിനുള്ളതുപോലുള്ള മച്യൂരിറ്റി പ്രാപിച്ചിട്ടില്ല. അവകാശികളാകണം എന്ത് ചെയ്യണം? നമ്മൾ കുടുംബത്തിലെ മക്കൾ, ആൺമക്കളോ പെൺമക്കളോ ജനിച്ച ഉടനെ നമ്മൾ അവകാശം എഴുതി കൊടുക്കുന്നുണ്ടോ? മുദ്രപത്രത്തിൽ അന്ന് പിടിച്ചുള്ള അവകാശം പിടിച്ചെന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? നോ. നമുക്ക് ആൻസിസ്ട്രലായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ പിതാക്കന്മാർ മുഖാന്തരം ലഭിച്ച പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ എന്തു തന്നെയായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യുവാൻ, ദൂർത്തടിച്ച് നഷ്ടപ്പെടുത്തുകയില്ല എന്ന് കൈകാര്യം ചെയ്യാനുള്ള പക്വത, മച്യൂരിറ്റി വരുന്നത് വരേക്ക് എന്ത് ചെയ്യും? അവരെ ട്രെയിൻ ചെയ്ത് വളർത്തിയെടുക്കും. മച്യൂർഡ് ആകുമ്പോൾ അപ്പോഴാണ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഇതേപോലെയാണ് ദൈവ കുടുംബത്തിൽ ജനിച്ചവരെ വളർത്തിയെടുത്ത് പിതാവിനുള്ളതുപോലുള്ള പക്വത വരുമ്പോഴാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം, ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാൽ ബൈ എക്സസൈസിങ് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി, അതിനോട് കൂടെ ഈ അവകാശവും നമുക്ക് കിട്ടും. അപ്പൊ പാളയത്തിന് പുറത്തേക്ക് വിളിക്കെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്നകളാലും ജാതികളും മറ്റുള്ളവരും തെമ്മാടികളും നമ്മളായിട്ട് പന്തടിക്കുന്ന പോലെ പന്തടിക്കുവാനല്ല. അവിടെ നാം ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ട. ക്രിസ്തുവിന് എന്തുണ്ടോ, സ്വർഗത്തിനും ഭൂമിയിൽ സകല അധികാരമുണ്ടോ, അതേ അധികാരത്തിൽ നീയും കൂട്ടവകാശിയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നതാണ് ഇവിടെ, അത് ആർക്കും സഹിക്കാത്തത്. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. റൈറ്റ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവരോടുകൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവരോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്ര. നിന്ന വന്ന റിയാക്ഷൻ. പക്ഷെ അവിടെ എന്താ കിട്ടുന്നത്? ക്രിസ്തുവിന് സ്വർഗത്തിനും ഭൂമി സകല അധികാരം എന്ന് പറഞ്ഞ സ്വർഗത്തിനും ഭൂമിയിലുള്ള എന്തിനേയും എന്തും ചെയ്യുവാനുള്ള അധികാരം. ഭൂരാജക്കന്മാർക്ക് അധിപതി. നീ ക്രിസ്തുവിനാണോ? നിന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനും ഭൂരാജക്കന്മാരുടെ മേൽ അധിപതിയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നത്, യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എടുക്കുക. ഐസയ്യ ചാപ്റ്റർ 55 വേഴ്സ് 4. വാക്യം 4. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കിയിരിക്കുന്നു. ആരെയാ? ക്രിസ്തുവിനെ കുറിച്ച് പറയാ. Behold, I have given him
ഫോർ എ വിറ്റ്നസ് ടു ദ പീപ്പിൾ, എ ലീഡർ ആൻഡ് കമാൻഡർ ടു നേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. Because thou shalt call a nation, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ അവരെ, അതായത് നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ നിങ്ങളിൽ ഇരിക്കുന്ന മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, അത് പറഞ്ഞിരിക്കുന്നത്. ആ മർമ്മം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കൂട്ടവകാശി. അപ്പൊ ക്രിസ്തുവിലുള്ള സകല അധികാരത്തിന്റെയും സകലത്തിന്റെയും നിങ്ങളും അവകാശിയാണ്. ആ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും. കമാൻഡർ, ലീഡർ ആൻഡ് കമാൻഡർ ടു ദ പീപ്പിൾ. അങ്ങനെ ഇരിക്കുന്നവനാണ് രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ കൈനീട്ടുന്നത്, കൺവെൻഷന് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. സാറേ ഞങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം വോട്ട് ഉണ്ട് കേട്ടോ, ഞങ്ങൾ ചെറിയവരല്ല, ഞങ്ങൾക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങൾ തെളിയിച്ചു, ഞങ്ങൾക്ക് നിയമസഭയിൽ വോയിസ് വേണോ, ഞങ്ങൾക്ക് പാർലമെന്റിൽ വോയിസ് വേണം. എടാ, നിന്നിൽ ക്രിസ്തു അല്ല, നീ ക്രിസ്തുമാരുടെ കൂട്ടായ്മയിലല്ല. നിന്നിലിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കമാൻഡ്, പ്രണായിക്ക് കമാൻഡ് കൊടുക്കാൻ, മുഖ്യമന്ത്രിക്ക് അല്ല, പ്രധാനമന്ത്രിക്ക്, ഇന്ത്യൻ പ്രസിഡന്റിന്, ഡൊണാൾഡ് ട്രംപിന് കമാൻഡ് കൊടുക്കാനാണ് നിന്നെ വിശ്വാസത്തിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്, നിന്നെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നീ എന്നിട്ട് പാളയത്തിന് അകത്ത് കിടന്ന് ചപ്പും ചവറും തിന്ന. പാളയത്തിന് പുറത്തുവാ, പാളയത്തിന് പുറത്താണ് ക്രിസ്തു. നിന്നെ അധികാരിയാക്കിയിരിക്കുന്നത് കമാൻഡ് കൊടുക്കാൻ, ബെഗ് ചെയ്യാനല്ല, എന്റെ കയ്യിൽ വോട്ടുണ്ടെന്ന് പറഞ്ഞ് നിയമസഭയിൽ സാക്ഷ്യം വെക്കാനല്ല. നിയമസഭയ്ക്ക് കമാൻഡ് കൊടുക്കാൻ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് കമാൻഡ് കൊടുക്കാൻ, അമേരിക്കൻ ലോക പോലീസായിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് കമാൻഡ് കൊടുക്കാൻ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചിട്ടാണ് പറയുന്നത്. എന്നോട് പേഴ്സണലായിട്ട് ലൈവായിട്ട് കേൾക്കുന്നവർക്ക് അറിയാം എങ്ങനെയാ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം മാറിയെന്ന്, എങ്ങനെയാ ഇറാന്റെ വീഴ്ച നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനിച്ചിരി വില കൊടുക്കണം. എങ്ങനെയാ പാഴ്സി പ്രഭു വീണതെന്ന്. മിഖായേല് പാഴ്സി പ്രഭു ഗബ്രിയേലിനെ തടഞ്ഞപ്പോൾ 21 ദിവസം അവനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ഗബ്രിയേൽ പറഞ്ഞെന്താ, ഞാൻ അവിടേക്ക് തിരിച്ചു പോയി. യുദ്ധത്തില് പാഴ്സി പ്രഭുവിനെ നീക്കിയില്ലായിരുന്നു. പക്ഷെ ദൈവസഭയുടെ അധികാരം ഇരുമ്പിന് തുല്യമായിരുന്ന റോമൻ ഗവൺമെന്റിനെ കീഴ്മേൽ മറച്ചത്, അപ്പ് ഡൗൺ ആക്കി കളഞ്ഞത്, കീഴ്മേൽ മറച്ചത് ആരാ? റോമൻ സാമ്രാജ്യത്തെ ആരും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതായിട്ട് ചരിത്രത്തിലില്ല. തന്നെത്താൻ താഴുകയായിരുന്നു. ആരാ താഴ്ത്തിയത്? അതാണ് ദൈവസഭയുടെ അധികാരം. അതാണ് ഈ വാക്യത്തിന്റെ അധികാരം. ഇത് വേണമെങ്കിൽ എന്തറിയോ, ക്രിസ്തുവിലുള്ള കൂട്ടായ്മ വേണമെങ്കിൽ പാളയത്തിന് പുറത്തു വരണം. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചീരോട് കൂടെ തിന്നണം. പാളയത്തിനകത്ത് കിടക്കുന്നവന് കൺവെൻഷൻ സ്റ്റേജിലേക്ക് മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിയും വീടുകളിലും കൺവെൻഷനുകളിലും പ്രസംഗിക്കാൻ വിളിക്കുന്നത് എന്തിനാ? അവന്റെ ഓച്ചാരം തിന്നാനായിട്ട്. ഇവിടെ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് അവന് കമാൻഡ് കൊടുക്കാനാ. കമാൻഡ് കൊടുക്കാന്ന് പറഞ്ഞ പരസ്യരോഗം വിളിച്ചിട്ടല്ല, തെരുവല്ല, നിന്റെ മുഴങ്കാലിലിരുന്നിട്ട് തക്ക സമയത്ത് അതാ നീയല്ല കൊടുക്കുന്നത്, നിന്നിൽ വസിക്കുന്ന ക്രിസ്തു കൊടുക്കും. നെബൂഖദ്നേസറിനെ പുല്ല് തീറ്റിക്കണോ? നെല്ല് വസിക്കുന്ന ക്രിസ്തുവിന് അധികാരമുണ്ട്. നിന്റെ ഇഷ്ടത്തിനല്ല, നിനക്ക് അവരുടെ പകയിടാട്ട് രാഷ്ട്രീയ പാർട്ടി അപ്പം നിനക്ക് രാഷ്ട്രീയം പാടില്ല. അത് പലർക്കും രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യാൻ വലിയ തിരക്ക. നീ വോട്ട് ചെയ്യാതെ തന്നെ സ്ഥാനാർത്ഥികൾ അധികാരികളെ മാറ്റാൻ നിനക്ക് സാധിക്കും. ഞാൻ ഈ കേരളത്തിൽ ശുശ്രൂഷ തുടങ്ങിയ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാ. നമുക്ക് പരസ്യമായിട്ട് അത്ര പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ലോകത്തിന്റെ ഭരണം നിന്റെ കയ്യിൽ, സ്പിരിച്വലായിട്ട് നിന്റെ കയ്യിലാണ്, ദൈവസഭയുടെ കയ്യിലാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19-23 നമ്മൾ പഠിച്ചതാ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള വിളിക്കപ്പെടുന്ന സകല നാമത്തിലും നിന്നെയും യേശു ക്രിസ്തുവിനോട് അത്യന്തം മീതിയായിരിക്കുന്നത്. പക്ഷേ പാളയത്തിനകത്തുള്ളവർക്കൊന്നും മനസ്സിലാകില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പൊങ്ങച്ചരം പറയാണ്. നീയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ മാറ്റുന്നത്, നീയാണ് പ്രധാനമന്ത്രിയെ വാഴിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ വയറ് പട്ടിണിയായിരിക്കാം, ജാതികൾ നിന്റെ മേൽ നിന്നെയും പരിഹാസവും കൂട്ടിയിടുന്നുണ്ടായിരിക്കും, നിന്റെ ബന്ധുക്കൾ നിന്റെ ചാർച്ചക്കാരൻ നിന്നെ ചപ്പും ചവറും എണ്ണുന്നുണ്ടായിരിക്കും, ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്നവരായിരിക്കും. ഇതൊക്കെ സഹിപ്പാൻ നിനക്ക് തയ്യാറായി പാളത്തിന് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ
ഇതിനോട് കൂടെ നിനക്ക് സ്പിരിച്വൽ അധികാരവും ഗ്രാജുവലായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തോട് വീര്യം നിന്നെ വർദ്ധിക്കുന്നുണ്ട്. അതിനകത്ത് ക്രിസ്ത്യൻ എനർജി, ക്രിസ്തു നിന്നിൽ കൂടെ അവരുടെ സകല അധികാരത്തെയും വെളിപ്പെടുത്തി തന്റെ ശരീരം സഭ എന്താണെന്ന് തെളിയിക്കും. അതാ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പക്ഷെ ഈ ലോകത്ത് നിനക്ക് കിട്ടുന്ന നിന്നയും പരിഹാസ ഉപദ്രവങ്ങളോ ഉറക്കങ്ങളും ശത്രുവിന്റെ നിന്ന പരിഹാസം, ഈ സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ, വചനം കേട്ടിട്ടുണ്ടോ? സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം നിന്റെ സോളിലേക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ കർത്താവേ ചെവിയും കെട്ടി ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. നിന്റെ ഉറക്കം ഉണർന്നാൽ നിന്റെ സോളിനകത്ത് സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം നിനക്ക് കേൾക്കാം. നിന്നെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, പെന്തിക്കോസിനെ കുറിച്ച്, ഇങ്ങനെ ദൂഷണങ്ങൾ വേണ്ടത്ര കേൾക്കാം. അവിടേക്ക് സഹിപ്പാൻ തയ്യാറാണോ? അവിടെ നിനക്ക് അധികാരം കിട്ടും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കിയിരിക്കുന്നു. ലീഡർ ആൻഡ് കമാൻഡർ ടു ദ പീപ്പിൾ, ദ ഹോൾ നേഷൻ. അവനാ ദൈവസഭ. ഇനിയെങ്കിലും ഇത് കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കുക, ഞാൻ ആരാണെന്ന്. ഇസ്രായേൽ കൂടെ ദൈവം അതേ പ്രാവശ്യങ്ങൾ തെളിയിച്ചതാ. അവർ ക്രിസ്തുവിൽ വസിക്കുന്ന സമയത്തൊക്കെയും ജാതികൾ വിറയ്ക്കുമായിരുന്നു. യഹോശാഫാത്തിന്റെ കാലത്ത്, ഗസ്ക്യാവിന്റെ കാലത്ത്, ആസയുടെ കാലത്ത് നേരോട് നിന്ന സമയത്തേക്ക് ജാതികൾ ദൈവം അവർ കീഴ്പ്പെടുത്തി കൊടുത്തു. തെറ്റിപ്പോൾ അതേ ജാതികളെ തന്നെ ദൈവം അവരെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താലും വിട്ടുകളഞ്ഞില്ല. ബാലശിക്ഷ കൊടുക്കാൻ വേണ്ടി മാത്രം തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് നിനക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നത് സമ്പൂർണ്ണ വില കൊടുത്തിട്ട്. മരണം എന്താ? ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും. ആ അവകാശത്തിന് കൂടെ കഷ്ടതയുണ്ട്. നിന്ന പരിഹാസം നിനക്ക് സഹിക്കാൻ മേലാക്കളും വലിയ കഷ്ടം തരികയില്ല. 1 Corinthians chapter 15 പറഞ്ഞിരിക്കുന്നത് സഹിക്കാൻ പരീക്ഷയുടെ കൂടെ പോക്ക് വഴിയും നീക്കുപോക്ക്. നിനക്ക് സഹിക്കാൻ കഴിയുന്നേക്കാൾ മേലെ പരീക്ഷ നൽകാതെ പരീക്ഷയുടെ കൂടെ നീക്കുപോക്ക് പ്രോമിസാണ്. ആ പ്രോമിസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഷ്ടയുടെ പാതയിൽ കൂടെ നടക്കാം, മരുഭൂമിയിൽ കൂടെ നടക്കാം. നടന്നിട്ടാ പറയുന്നത്. നിന്ന വരും, ഉപദ്രവം വരും, പല പല കള്ളക്കേസ് കുരുക്കാൻ നോക്കും. പക്ഷെ നീ റൈഷ്യസ് പാതി നടക്കണോ, നിനക്ക് മുമ്പ് അഗ്നിസ്തംഭം പോകും നിനക്ക് കാണാം. സ്തോത്രം. ഇതാണ് മന്ന ഭക്ഷിക്കാന്ന് പറയുന്നത്, ക്രിസ്തുവിനെ അനുഭവിക്കാന്ന് പറയുന്നത്. ഇത് മനസ്സിലായപ്പോഴാണ് പോൾ പറയുന്നത്, ഞാൻ എൻ്റെ പാരമ്പര്യവും എൻ്റെ ചപ്പും ചവറുമായിട്ട് എണ്ണുന്നത്. ഇസ്രായേൽ ഗോത്രം, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേലൻ, തോറിൻ താൽമുഡ് പഠിച്ച് 13 വയസ്സിൽ പരീക്ഷ എന്ന് പേര് ലഭിച്ചവൻ, സഭയെ ഉപദ്രവിക്കുന്ന ഒന്നാമനായിരുന്നു. എങ്കിലും അവന്റെ മഹാകരുണ എനിക്ക് ലഭിച്ചു. അവന് പേഴ്സണലായിട്ട് ഈ പറഞ്ഞ മാതിരി ക്രിസ്തുവിനുള്ള കൂട്ടവകാശം അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പൊ പോളിന് മനസ്സിലായി ഈ മറ്റതൊക്കെ ചപ്പും ചവറ. ഇത് അനുഭവിക്കാത്തോളം ഒരിക്കലും അത് ചപ്പും ചവറും തോന്നില്ല. അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അത്യാവശ്യം വന്ന ഉപയോഗിക്കാൻ. ഇതാ പറഞ്ഞാണ് ജീവിതത്തിന്റെ പ്രതാപം. അത്യാവശ്യം വന്നാൽ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഉപയോഗിക്കില്ല. അത്യാവശ്യം വന്നാൽ കർത്താവേ നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ബലഹീനതയാണ്. ഒരു വാക്യമുണ്ടല്ലോ, പരിശുദ്ധാത്മ ബലഹീനതയിൽ തുട നിൽക്കുന്നു. എൻ്റെ ബലഹീനതയാണ് പരിശുദ്ധാത്മാവിനെ സഹായിക്കും. പാപം ചെയ്യാനാണോ കർത്താവിനെ വിട്ടുപോകാനുള്ള പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്? അവിടെ വെളിപ്പെടുന്ന കർത്താവേ എൻ്റെ ബലഹീനത, പ്ലീസ് ഞാൻ വീക്കാണ്, പ്ലീസ് ഹെൽപ്പ് മീ. നിന്റെ കൂട്ടാവകാശം, കട്ടതയുടെ കൂട്ടാവകാശത്തിനൊപ്പം തന്നെ അധികാരത്തിന്റെ കൂട്ടാവകാശമുണ്ട്. ഇന്ന് അധികാരത്തിന്റെ കൂട്ടാവകാശം മേടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കട്ടതയുടെ കൂട്ടാവകാശം മേടിക്കാൻ ഇത്തിരി മടിയാ, അത് ഇച്ചിരി കയ്പാ. സ്തോത്രം. അപ്പോൾ പാളയത്തിലേക്ക് പുറത്തേക്ക് വിളിച്ച ആദ്യത്തെ കാര്യം പറഞ്ഞ മർമ്മം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മറ്റൊരു എഫേസ്യത്തിലാണ് പറഞ്ഞത്, ആ മർമ്മം ജാതികൾ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും. ഇതിനെക്കുറിച്ച് അനേകം പറയാനുണ്ട്. ഓരോരോ റിലേഷനിലും എങ്ങനെയാണ് കൂട്ടവകാശിയാകുന്നത്. നമ്മുടെ ടോപ്പിക് എന്താണ്? റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്. ക്രിസ്തുവുമായിട്ടുള്ള ചർച്ചിന്റെ ബന്ധം എങ്ങനെയാണ്? അതിനകത്ത് ഒരു കാര്യം പറഞ്ഞത്, നിന്നെ ജാതികൾക്ക് ലീഡറും കമാൻഡറുമാക്കി വെച്ചിരിക്കുന്നെന്ന്. വിശ്വാസിയെ നിന്നിൽ വസിക്കുന്ന ക്രിസ്തു, നീ നിന്നെ തന്നെ തിരിച്ച പിന്നെ നിന്നിൽ ആരാ? ക്രിസ്തു. അതാ മർമ്മം. ഇനിയും അത് മനസ്സിലാക്കുക.
എടുത്തുകാരി ഒന്നും ചെയ്യേണ്ട. കർത്താവ്, ഈ വിഷയത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അതിന് നിന്നെ ഒരുക്കിയിരിക്കും. പക്ഷെ നിന്റെ കൂട്ടായ്മ ക്രിസ്തുവുമായിട്ടാണെന്ന് ഉറപ്പ് വരുത്തുക. അത് അനുസരണത്തിൽ കൂടെ നടക്കുന്നതാണ്. നിനക്ക് പറ്റുന്നില്ലയോ? ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. രാജ്യങ്ങളെ കീഴ്മേൽ മറയ്ക്കാം. ഇന്ന് പല രാജ്യങ്ങളിലും മുസ്ലിമിൻ്റെ അടിമത്തിന് പോകുന്നുണ്ട്. എന്തുകൊണ്ടാ? അവിടെയൊക്കെ വലിയ വലിയ റിവൈവൽ നടന്ന രാജ്യങ്ങളാണ്. ഇംഗ്ലണ്ട്, അമേരിക്ക ഒക്കെ 16th 17th സെഞ്ചുറിയിൽ വലിയ വലിയ റിവൈവൽ നടന്ന രാജ്യങ്ങളാണ്. ഇന്ന് ദൈവസ്നേഹം, ദൈവസഭ മുടിഞ്ഞോടെ. അപ്പം എന്താ? ജാതികൾ കയറി ഭരിക്കാൻ തുടങ്ങി. ഇന്നും ആ രാജ്യങ്ങൾ ഒരുവൻ മതി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ. അബ്രാഹാമിന്റെ പക്ഷപാതം കേട്ട് സ്വന്തം കോമരെ നശിപ്പിക്കാൻ പോയ സമയത്ത് വലഞ്ഞു പോയ നീതിമാനായ ലോത്തിന്റെ കുടുംബത്തെ അവിടുന്ന് രക്ഷിച്ചു. വിട്ടുപോരെ മനസ്സിലാകുന്ന സമയത്ത് കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകായിരുന്നു. ലോത്തിന്റെ അമ്മച്ചി അവിടെ തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി. അതുകൊണ്ടാണ് വിളിക്കുന്നത്, കം ഔട്ട്. പാളയത്തിന് പുറത്തേക്ക്. നിന്നയുണ്ട്, പരിഹാസമുണ്ട്, വലിയ കംഫോർട്ടൊന്നുമല്ല. ചിലപ്പോൾ പട്ടിണിയായിരിക്കും, എല്ലാവരും തെച്ചിക്കും, എല്ലാവരും പരിഹസിക്കും. അമ്മത്തിലെ കാര്യം അറിയാ, യേശുവാണ് വെളിപ്പെട്ടത് മനസ്സിലായില്ല. ചോദിക്കുന്ന തോട്ടക്കാരനാണെന്ന് കരുതിക്കൊണ്ട് ചോദിക്കുന്നത് യജമാനെ, നീയാണ് അവനെ എടുത്തു പോയിട്ട് എവിടെ വെച്ചു എന്ന് പറയും. ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കോളാം. 3 ദിവസം കഴിഞ്ഞു, ശവം അടക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇപ്പൊ പുഴിഞ്ഞുളയ്ക്കുന്നുണ്ടായിരിക്കും, ചീഞ്ഞ് നാറുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവള് പറയാണ്, യജമാനെ, നീയാണ് അവനെ ഒളിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ എന്നോട് പറ, എവിടെ വെച്ചു എന്ന് പറയും, ഞാൻ എടുത്തു കൊണ്ടുപോയിക്കോളാം. ഇന്ന് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പെന്തിക്കോസ്ത് ലോകം ഒളിച്ചു വെച്ചു. പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെയാ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല. ഓരോ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും പറയാണ്, ആ മഗ്ദലക്കാരി മറിയെ പോലെ നിനക്ക് പറയാൻ സാധിക്കുമോ? എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു? അതാ ഇപ്പൊ വെളിപ്പെടുത്തി തരുന്നത്. യെസ്, ഞാൻ എടുത്തു കൊണ്ടുപോയിക്കോളാം, ഞാൻ വഹിച്ചോളാം. എടുത്തു കൊണ്ടുപോകുമ്പോ മറ്റുള്ളവരെന്താ പറയുന്നത്? നാറുന്നേ, ഈ ശവം കൊണ്ടുപോകുന്ന നാറ്റമില്ലയോ? നീ എന്തിനീ ശവം വഹിക്കുന്നേ? നാറ്റമായിരിക്കും കിട്ടുന്നത്. ഇതാ പാളയത്തെ പുറത്ത അവസ്ഥ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വഹിക്കാൻ അവൾക്കറിയാം. യജമാനൻ, നീ എവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞതാ, ഞാൻ എടുത്തു കൊണ്ടുപോയിക്കോളാം. പക്ഷേ അത് വഹിച്ചാൽ അവന്റെ അധികാരം നിന്നിൽ കൂടെ വെളിപ്പെടും. അങ്ങനെയാ നീ സിംഹാസനത്തിൽ യോഗ്യനായി തരുന്നത്. പുതിയ നിയമത്തിന്റെ പ്രോമിസ് അതാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ വരം നൽകും. വെളിപ്പാട് 3:21. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. സമർപ്പണമുണ്ട്. നിന്റെ ബലഹീനത മനസ്സിലാക്കി, നീ എത്രമാത്രം വീക്കാണെന്ന് മനസ്സിലാക്കി, നിന്റെ പാപ സ്വഭാവത്തിനേക്കാൾ കൂടുതലായിട്ട് അറിയുന്നവൻ പറയാണ്, ജസ്റ്റ് ടേക്ക് മീ ആസ് യുവർ ഹസ്ബൻഡ് ഓഫ് യുവർ സോൾ. നിന്റെ പ്രാണന്റെ ഭർത്താവായിട്ട് എന്നെ സ്വീകരിക്കുക. നിന്നിൽ വസിക്കുവാൻ ഇടണ്ട. ഞാൻ നിന്നെ എല്ലാ ബലഹീനത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിനക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. അല്ല, നിനക്ക് അനുസരിക്കാൻ സാധിക്കുമെങ്കിൽ ആയിക്കോ, നീ നിന്നെ കൊണ്ട് തന്നെ സാധിക്കും. പക്ഷേ മുമ്പിലിരിക്കുന്നത് ജസ്റ്റിസാ. ഡിവൈൻ ഗവൺമെന്റിന്റെ പൂർണ്ണ അനുസരണത്തിൽ എനിക്ക് സ്വയമായിട്ട് വരാൻ സാധിക്കുന്ന ട്രൈ. പോള് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രയും ഞാൻ ചെയ്യുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ അരിഷ്ട അനുഭവം ഓരോ വിശ്വാസിക്കും ഓരോ റിലേഷനിലും വെളിപ്പെടണം. അപ്പോൾ മാത്രമേ ക്രിസ്തുവിന് കീഴടങ്ങുകയുള്ളൂ. നമ്മുടെ സ്വഭാവം അതാണ്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ വാഴുക എന്നുള്ള സ്വഭാവമാണ് നമ്മൾ ഏതൻ തോട്ടത്തിൽ തിരഞ്ഞെടുത്തത്. ഇത് വിശ്വാസിയായാലും അന്നും പോയിട്ടില്ല. അല്പം ചാൻസ് കിട്ടിയ ന്യായാധിപന്മാരെ പുസ്തകം വായിച്ചറിയാൻ പറ്റും. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. അതിനാ പാവ ഇസ്രായേലിനെ ഇതൊക്കെ നടത്തി പഠിപ്പിച്ചത്, നമുക്ക് ബുദ്ധി തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിന് വസിക്കാൻ ശ്രമിക്കുക. പാളയത്തിന് പുറത്താണെങ്കിൽ പേടിക്കുന്നു വേണ്ട, അവൻ കൂടെയുണ്ട്. ധൈര്യപ്പെടുക. പക്ഷെ അതിൻ്റെ കൂടെ അവൻ്റെ അധികാരമുണ്ട്. നീ ആരും അറിയില്ല, പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനം മാറ്റും. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അമേരിക്കയിൽ ഇമ്മോറാലിറ്റി കൊണ്ടെടുക്കുന്ന ദുഷ്ടാത്മാവിനെ പിടിച്ചു മാറ്റും. പക്ഷെ നിന്റെ ഇഷ്ടമല്ല നടക്കേണ്ടത്. കർത്താവേ, നീ അവിടുത്തെ ജനത്തിനു വേണ്ടി തയ്യാറാവാ. ലോഡ്, പാപം അവിടെ വാഴുന്നല്ലോ.
അവിടെ കിടന്ന മനുഷ്യൻ്റെ അവർ സോളിന് വേണ്ടി നീ വില കൊടുത്തു അല്ലയോ, നീ യാഗമായി തീർന്നു അല്ലയോ. അവരറിയില്ലായ്മ കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചു പോകുന്നത്. ലോർഡ് പ്ലീസ്, അവിടെ നിനക്ക് ആ പ്രായശ്ചിത്തം ഉയർത്താൻ സാധിക്കുമെങ്കിൽ, നിന്റെ കണ്ണിൽ അല്പം കണ്ണുനീര് ഒരുങ്ങുമെങ്കിൽ, ലോർഡ് ഈ മനുഷ്യൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അറിവില്ലാത്തത് കൊണ്ട്, അറിഞ്ഞു ചെയ്യുന്നവരുണ്ട്, അവിടെ കാര്യം വിട്ടുകളയി. അനേകർ നിഷ്കളങ്കരുണ്ട്. നിഷ്കളങ്കരെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മീനിങ്ങല്ല പറയുന്നത്, ഇടവുമല അറിയാത്തവർ. അപ്പോഴറിയാം നിന്നിൽ കൂടെ വ്യാപരിക്കുന്ന പുനരുദ്ധാന ശക്തി. അവിടെ നിനക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. പ്രശംസിച്ചാൽ നീ മേധസ് തോന്നുന്നു, നീ മരിച്ചു പോകും. ഗ്ലോറി മുഴുവനും ക്രൂശിനുള്ളതാ, മഹത്വം മുഴുവനും ക്രൂശിനുള്ളതാ. അവന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു മഹത്വം എടുക്കാതെ, കർത്താവെ നീ എന്നിൽ വസിച്ച് നിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ സമയത്ത് അത് ചെയ്തെടുക്കും. അപ്പം ഞാൻ ഇന്ന് ആ മർമ്മം ഒന്ന് ഓപ്പൺ ചെയ്ത് തുടങ്ങിയുള്ളൂ. ആ മർമ്മം എന്താണ്? ക്രിസ്തുവിൽ കൂട്ടവകാശി. അതിൻ്റെ ഒരു ടോപ്പിക് എടുത്തോളൂ. അനേകമുണ്ട്. കർത്താവ് നിങ്ങളെ അതിനൊറ്റ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉന്നത പദവി, പാളയത്തിന് പുറത്ത് കർത്താവ് ഞങ്ങൾ അന്യരും പരദേശികളുമായി നിന്നെയും പരിഹാസത്തിൻ്റെ ചപ്പും ചവറും ഞങ്ങളുടെ തലയിലിടുന്നുവെങ്കിലും കർത്താവ് നീ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് മുമ്പായി പാളയത്തിന് പുറത്ത് കഷ്ടം സഹിച്ചവൻ, അതോടുകൂടെ കർത്താവ് ഞങ്ങൾക്ക് നിൻ്റെ അധികാരത്തിൽ കൂട്ടാവകാശിയായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നുള്ളൂ. ഈ പരിജ്ഞാനം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിലേക്ക് നീ പകർന്നാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.